താൻ സ്നേഹിക്കുന്ന വ്യക്തി ഒരു വലിയ ഈഗോയിസ്റ്റാണ് എന്ന് പലരും പരാതി പറയാറുണ്ട്. ഈ ഈഗോയിസം മാറ്റാൻ എന്താണ് മാർഗമെന്നും ചോദിക്കാറുണ്ട്. യഥാർത്ഥ നല്ല പ്രണയത്തിൽ ഈഗോയിസം കടന്നു വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്രണയബന്ധം സക്സസ് ആവാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈഗോയിസം, രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് ഈഗോയിസം കൂടുതലാണ് എങ്കിൽ ആ ഈഗോയിസം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അനാവശ്യമായ പ്രിയോറിറ്റിയും കൺസിഡറേഷനും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അയാളുടെ ഈഗോയിസം കൂടുതലായി വർക്കൗട്ട് ആകുന്നത്. അപ്പോൾ അനാവശ്യമായ പ്രിയോറിറ്റി, കൺസിഡറേഷൻ, അതുപോലെ പ്രൊട്ടക്ഷൻ ഇതൊന്നും അയാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാളിലുള്ള ഈഗോയിസം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. നമ്മൾ അയാളെ അധികം ശ്രദ്ധിക്കുന്നില്ല എന്നും അയാൾ ഒരു ദിവസം കോൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യം വരുത്തി തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള സ്വാർത്ഥമായ ചിന്ത അയാളിൽ വരുമ്പോഴാണ് അയാളുടെ ഈഗോയിസം വർക്ക് ചെയ്യുന്നത്, അയാളുടെ കൺട്രോളിങ് പവറിൽ നമ്മളെ നിർത്താനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അനാവശ്യമായ പ്രിയോറിറ്റിയും കൺസിഡറേഷനും പ്രൊട്ടക്ഷൻ, ലവ്, കെയർ ഇതൊന്നും അയാൾക്ക് അങ്ങോട്ട് ഒരുപാട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാളില്ലെങ്കിലും തനിക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പറ്റിയ മെത്തേഡ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു മാസം അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ജെനുവിനായ പ്രണയമാണെങ്കിൽ അയാൾ അവിടെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അയാൾ നേരത്തെ തന്നെ പോയി കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈഗോയിസം അയാളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പരിധി വരെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ് എന്ന് വിചാരിക്കുക.